കിഴക്കത്തല GLP സ്കൂളിൽ അധ്യാപകരും രക്ഷിതാക്കളും കൂടി ജനകീയ പങ്കാളിത്തത്തോടെ ഒരുക്കിയ റീഡിംഗ് റൂം, ലൈബ്രറി എന്നിവയുടെ സംയുക്ത ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് നിർവഹിച്ചു. സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള മേശ സ്റ്റൂൾ പദ്ധതിയുടെ ഉദ്ഘാടനം പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയ്യൂബ് മേലടത്ത് നിർവഹിച്ചു. ന്യൂമാൻ പാറമ്മൽ അധ്യക്ഷത വഹിച്ചു. ഷൗക്കത്ത് സഫ, PTA പ്രസിഡന്റ് ഇസ്മായിൽ കുണ്ടുകാവിൽ, അഡ്മിനിസ്ട്രേറ്റർ ഡോളി ടീച്ചർ, K സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. SMC ചെയർമാൻ നൌഷാദ്, MDA പ്രസിഡന്റ് ഷഹീമ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുട്ടികൾ വായിക്കാത്തത് കൊണ്ട് അവരുടെ അക്ഷരങ്ങള്, വാക്കുകള് തെറ്റുകൂടാതെ എഴുതാൻ അവർക്ക് പ്രയാസമാണ്. അവരെല്ലാം എഴുതുന്നില്ല, വായിക്കുന്നില്ല, എല്ലാം മൊബൈലിലാണ്. അതുകൊണ്ട് നമുക്ക് കുട്ടികളെ അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ആദ്യപടിയായിട്ടാണ് നമ്മൾ വായനാ റൂം നമുക്ക് കിട്ടി. കുറേ പുസ്തകങ്ങൾ അതിനകത്തുണ്ട്, പലതരത്തിലുള്ള കഥാ, കവിത അങ്ങനെയുള്ള പുസ്തകങ്ങളുണ്ട്. ഇനി നമ്മളത് കൂടുതൽ പുസ്തകങ്ങൾ ഇനി കുട്ടികളും കൂടെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്നത് വായിക്കുവാൻ നമുക്ക് അങ്ങനെ സ്പോൺസർ ചെയ്ത് നമുക്ക് കണ്ടെത്തണം. ഇനി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഒഴിവുള്ള സമയത്തോ ഉച്ചയ്ക്കുള്ള സമയത്തോ ഒക്കെ കുട്ടികളെ അല്ലാതെ സമയം മാറി മാറി ഈ ലൈബ്രറിയിൽ കൊണ്ടുവന്നിരുത്തി അവരെ വായിപ്പിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ സൃഷ്ടിക്കാൻ വലിയ മുന്നേറ്റങ്ങളാണ് നമ്മുടെ ഈ സ്ഥാപനം ഇപ്പോൾ ഈ അടുത്തായി കാഴ്ചവെക്കുന്നത്. അതിനെടുത്തു പറയേണ്ടത് രക്ഷിതാക്കളുടെയും വലിയ പിന്തുണയോടൊപ്പം ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ നമ്മുടെ ഇവിടുത്തെ അധ്യാപകരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപകയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ ടീം തന്നെയാണ്. ഒരുപാട് ജനകീയമായി ഏതൊരു ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെയും പുരോഗതി എന്ന് പറയുന്നത് ആ പ്രദേശത്തിൻ്റെ ജനങ്ങളുടെ ഒരു സ്ഥാപനമായി എന്ന് അത് മാറുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം അതിൻ്റെ മികവാർന്ന പ്രവർത്തനങ്ങളും മികച്ച രീതിയിലേക്ക് വിജയം കൊള്ളുവാനുള്ള ചവിട്ടുപടികൾ കയറുവാനും ആ സ്ഥാപനത്തിന് കഴിയുക. പരിമിതമായ സൗകര്യം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നത് പോലെ വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് നമ്മുടെ ഈ സ്കൂളിലുള്ളത് എന്ന് നമുക്കറിയാം. ഇവരെല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സൗകര്യപ്പെടുത്തലുണ്ട്. നമ്മുടെ ഈ തൊട്ടപ്പുറത്തുള്ള കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് പ്രിയപ്പെട്ട PTA പ്രസിഡന്റൊക്കെ നിരന്തരം, അധ്യാപകരൊക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ അതിന് സമ്മർദ്ദം ചെലുത്തി അതിൻ്റെ മുകളിലേക്ക് സൗകര്യപ്പെടുത്തുന്ന കാര്യത്തിന് വേണ്ടി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് നടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഈ പരിമിതമായ സൗകര്യം ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഈ സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ ഒരു നൊസ്റ്റാൾജിയാണ്. ഞാൻ പഠിച്ചു വളർന്ന സ്കൂൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ എന്ത് പറയുമ്പോഴും അല്ലെങ്കിൽ എന്തും കണ്ടെത്തി തന്നെ ചെയ്യാനുള്ള പ്രചോദനം അതാണ്. ഞാൻ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെ പഠിച്ച സ്കൂള് അത് ഈ കേൾക്കുന്ന ചിലപ്പോൾ താഴെയായിരുന്നു അത് മദ്രസിനെ കെട്ടിടത്തോട് ചേർന്ന്. പക്ഷെ അതിങ്ങോട്ട് മാറ്റിയെങ്കിലും ആ സ്കൂൾ ആണിത്. അത് തന്നെയാണ് എൻ്റെ പ്രചോദനം. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാലം നമ്മുടെ കുട്ടിക്കാലം. ആ ഓർമ്മകൾ എന്നും എന്നും നമ്മുടെ മനസ്സിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലെ ഞാനിവിടെ കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പോഴാണ് സഫാ ജ്വല്ലറിയാണ് റീഡിംഗ് റൂം കൊടുത്തത്. നല്ല ഭംഗിയുള്ള റീഡിംഗ് റൂം കണ്ടപ്പോൾ ഫാനും ഇല്ല അതിനകത്ത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇസ്മായിലിനോട്, നിങ്ങളുടെ PTA പ്രസിഡന്റിനോട്, എന്താണ് അതിനകത്ത് ഫാൻ ഇല്ലാത്തതെന്ന് ചോദിച്ചപ്പോൾ ഫാനില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ ഞാൻ അതിനകത്തേക്കുള്ള ഫാനും മറ്റു ലൈറ്റുകൾ എന്താ വേണ്ടത് വാങ്ങി വെച്ചാൽ വാങ്ങി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അല്ലാതെ തന്നെ ഞാൻ ടെറസ് സ്കൂളിലേക്ക് നമ്മൾ 4-5 ഡെസ്കുകൾ കൊടുത്തിരുന്നു, നല്ല ഡെസ്കുകൾ. അപ്പോ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവിടത്തേക്ക് തരുന്നത്. അപ്പോഴാണ് ഞാൻ കരുതി നിൽക്കുമ്പോഴാണ് ടീച്ചറിന്റെ അടുത്ത് വിളിക്കുന്നത്, പറയുന്നത് ഇങ്ങനെ കുറച്ച് ഡെസ്കുകൾ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അയ്യൂക്കാന്റെ ഒഴിവുള്ള ദിവസമാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആ വിഷയം അവിടെ നിന്നല്ലോ. അപ്പം ഞാൻ കരുതിയാണ്, പക്ഷെ ഇപ്പോഴത്തെ ടീച്ചർ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് 150 സ്റ്റൂളുകളുടെ കമ്മി ഉണ്ട്. അപ്പൊ അത് വാങ്ങുക, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ നമ്മള് ആ വിഷയത്തെ കുറിച്ച് കൂലങ്കഷമായി ചർച്ചകൾ ചെയ്യണ്ട. അത് വാങ്ങിയിട്ട് അതിന്റെ ബില്ല് എത്ര പറയാൻ നമുക്ക് ചെയ്യാം. ഡെസ്കുകൾ കമ്മിണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്യാം. ഇവിടുത്തെ കുട്ടികള് ഇത് നമ്മുടെ നാടാണ്, എന്റെ മക്കളാണ്, എന്റെ പെങ്ങന്മാരുടെ, എന്റെ ചേട്ടന്മാരെ, അനിയന്മാരുടെ കുട്ടികൾ. അപ്പൊ അവർക്ക് എല്ലാ സൗകര്യവും ഉണ്ടാവുക എന്നുള്ളത് എന്റെ കൂടി ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഏതറ്റം വരെ ഈ സ്കൂളിന്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഞാൻ സഭാ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. സഭാ ഗ്രൂപ്പ് എന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകുന്ന പല പ്രവർത്തനങ്ങളും പലപ്പോഴായിട്ട് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും അതുണ്ടാവും. അയ്യോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനും 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. പിന്നെ സൗകര്യമായ സൗകര്യം എന്ന് പറയുമ്പോൾ ഇന്ന് ഇത് സൗകര്യമായ സൗകര്യമായിരിക്കും. പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ആ റോഡിന്റെ സൈഡില് ചെറിയൊരു മദ്രസ ആയിരുന്നു. ആ മദ്രസ 9 മണി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ടൈമാണ് അവിടെ. അങ്ങനെ 4 ക്ലാസ് വരെ അവിടെ ഞങ്ങളൊക്കെ പഠിച്ചത്. അപ്പൊ ആ സ്കൂളിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഏതൊരു അവസരത്തെയും നമ്മൾ ഉപയോഗപ്പെടുത്തുക, നമുക്ക് കഴിയാവുന്ന രീതിയിലൊക്കെ അതിനെ പിന്തുണക്കുക, അതിനു വേണ്ടി പ്രവർത്തിക്കുക എന്നതിൽ ഒരു സന്തോഷവും സുഖവും ഉണ്ട്. അതുകൊണ്ട് നമ്മളവിടൊക്കെ ഉള്ള കാലം ഇവരിന് എന്ത് ഒരാവശ്യവുമായിട്ട് അവിടെ വന്നാലും പരമാവധി ഞങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. അത് ഇനിയും ഉണ്ടാവും. ഇവിടെ കഴിഞ്ഞ ആഗസ്റ്റ് മാസം 15-ാം തീയതി നമ്മുടെ അയ്യൂർക്ക് നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ വന്നിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം അയ്യൂർക്ക് നടത്തി. നിന്റെ സ്കൂളാണ്, ഞാൻ പഠിച്ച സ്കൂളാണ്, നിന്റെ ഭാര്യയും നിന്റെ കുട്ടികളും ഞാനും പഠിച്ച സ്കൂളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, ഈ സ്കൂളില് എല്ലാ മാസവും ഒരു ദിവസം എന്റെ സ്കൂളിലത്തെ കുട്ടികൾക്ക് ഒരു ചിക്കനും നെയ്ച്ചോറും വെച്ചിട്ടുള്ള ഭക്ഷണം എന്റെ വക ഉണ്ടായിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അത് ആദ്യ മാസങ്ങളിൽ തുടങ്ങി. ഈ കഴിഞ്ഞ മാസം ഇന്നലെ വരെ അത് മുടക്കം കൂടാൻ നടന്നു പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ ഫസ്റ്റ് കാര്യം കഴിഞ്ഞതിന് ശേഷം അയ്യൂബക്ക ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും അയ്യൂബകൾ പറഞ്ഞ കാര്യമാണ്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് അയ്യൂബക്ക് ഞാനൊക്കെ ഉണ്ട്. ഭക്ഷണം കഴിക്കണം, നിരത്തിരുന്ന് കഴിക്കണം കണ്ടപ്പോ എന്ത് കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലും നെഗറ്റീവും പോസിറ്റീവും കമന്റ് പറയുന്ന ആളുകളിൽ 1-2 കമന്റുകൾ ഞാൻ ശ്രദ്ധിച്ചു. ആ കുട്ടികൾ നിരത്തിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്റെ കുട്ടികളെ ചെരുപ്പിടുന്ന സ്ഥലമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു കമന്റ് ഇട്ടു. അപ്പൊ അന്ന് അത് വളരെ നെഗറ്റീവായ ഒരു കമന്റായി തോന്നിയെങ്കിലും നമ്മളതിനെ കുറിച്ച് വളരെ വിപുലമായിട്ട് ചിന്തിച്ചു. ആ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ രക്ഷിതാവ് ടീച്ചറോട് വന്നിട്ട് ഇങ്ങനൊരു കാര്യം പറയുകയും ചെയ്തു. അപ്പൊ എന്തായി, എന്തിന്റെ രീതിയിൽ തള്ളായി. അപ്പൊ അത് വെച്ച് നമ്മളത് അധികം യോഗം കാര്യങ്ങളൊന്നും കൂടി നമ്മുടെ സ്കൂളിന്റെ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടു.